വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുന്ന ഒരു ചെറിയ ഒരു ചിന്ത എന്ന് പറയണത്, ദൈവത്തിൻ്റെ സ്നേഹം അതും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കണേ, അതാണ് ഇന്ന് നമ്മളൊന്ന് കാണാൻ പോകുന്നത്. ഈ കുറച്ച് സമയം ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുക? ഇപ്പോൾ ഈ വയനാട്ടിലെ ദുരന്തം നമ്മുടെ മുൻപിൽ നിൽക്കുക, അവിടെ നിന്ന് അതിൽ പ്രിയപ്പെട്ടവരുടെ വേർപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മളോട് ചോദിക്കുക, ദൈവത്തിൻ്റെ സ്നേഹം എന്താ? ഇങ്ങനെയാണോ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് ചോദിച്ചാൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണ നമ്മൾ എന്തുത്തരം കൊടുക്കുക? ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കണേ, നിങ്ങളാണെങ്കിൽ എന്തുത്തരം കൊടുക്കും? അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു പോകുന്ന കഷ്ടപ്പാടിൻ്റെ മുൻപിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ഇപ്പം എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഓരോരോ കഷ്ടപ്പാട് അല്ലെങ്കിൽ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ദൈവത്തിൻ്റെ സ്നേഹം? സാധാരണ നമ്മളെല്ലാവരും വിശ്വസിക്കുക എന്താ? ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹങ്ങളല്ലേ. എപ്പോഴും നമ്മൾക്ക് നല്ല സാമ്പത്തികാവസ്ഥ തരണത്, രോഗങ്ങളൊന്നുമില്ലാതെ നമ്മുടെ കുടുംബത്തെ ഒരുവിധം ദൈവത്തിൻ്റെ പരിപാലനയിൽ നന്നായി കൊണ്ടുപോകുന്നത്, അതാണ് നമ്മളൊക്കെ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. സാധാരണ മനുഷ്യരൊക്കെ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വയനാട് നടന്ന ദുരന്തത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം എന്താന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെയൊക്കെ ധാരണ ഇങ്ങനെയാണല്ലോ, എല്ലാം നന്മയ്ക്കായി. റോമ 8:28 തിരുവചനത്തിൽ പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. അങ്ങനെ വചനത്തിൽ കേൾക്കുകയും അനുദിന ജീവിത സാഹചര്യങ്ങളിൽ അതിനോപ്പോസിറ്റായ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുമ്പോൾ ദൈവസ്നേഹം എന്താ എന്ന് ശരിക്കും തിരിച്ചറിയേണ്ട ഒരാവശ്യം ഇന്നത്തെ കാലഘട്ടത്തിനുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ നമ്മൾ കൂടുതൽ വളരാൻ ആഗ്രഹിക്കുമ്പോൾ അത് ശരിക്കും തിരിച്ചറിയണം. ഇനി ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാ ദൈവം നമ്മുടെ മുൻപിൽ പ്രദർശിപ്പിച്ചത്, അല്ലെങ്കിൽ മനുഷ്യവർഗത്തോട് പ്രകടമാക്കിയത് എങ്ങനെയാ? അതായത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അല്ലേ, 16-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിനുള്ള ഏറ്റവും വലിയൊരു അടയാളം. തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി നൽകി. ഇനി ഈ തൻ്റെ ഏകജാതനെ ദൈവം നമ്മൾക്ക് നൽകാനുള്ള കാരണം എന്താ? എല്ലാവരും ബൈബിൾ വായിക്കുന്നവരാണല്ലോ അല്ലേ, വചനമൊക്കെ പഠിക്കുന്നവർ. അപ്പോൾ പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു, പറുദീസ നഷ്ടപ്പെട്ടു. അപ്പോൾ ദൈവമക്കളെ അല്ലെങ്കിൽ മനുഷ്യ മക്കളെ തിരിച്ചെടുക്കാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് സത്യം തന്നെയാണ്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നമ്മളെ അങ്ങനെ വീണ്ടും രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇനി വീണ്ടും രക്ഷിക്കാൻ വിധത്തിൽ നമുക്ക് എന്ത് വിലയാണ് ഉള്ളത്? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, സാധാരണ ജീവിക്കുന്നവർ. ഒരുപാട് തെറ്റും കുറ്റങ്ങളും ഉണ്ടല്ലേ, സാധാരണ ജീവിതത്തിൽ വരുന്നതുണ്ട്. അതല്ലാതെ തന്നെ ലോകത്തിൽ ഒരുപാട് തിന്മകൾ ഈ മനുഷ്യ മക്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ. ആദ്യ കാലഘട്ടത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നതും ദൈവം എല്ലാവിധ സംരക്ഷണവും നൽകിക്കൊണ്ട് പറുദീസയിലേക്ക് മനുഷ്യനെ കയറ്റിയതാണ് അല്ലേ. അവിടെ നിന്നാണ് ഈ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച് പുറത്തേക്ക് വന്നതും. അപ്പോൾ അങ്ങനെ
അനുസരണക്കേട് കാണിച്ച് അല്ലെങ്കിൽ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുൻപിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ മുൻപിൽ തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലേ ആ മനുഷ്യന്, ഇല്ലേ? അല്ലെങ്കിൽ തൻ്റെ തന്നെ സാദൃശ്യത്തിലും ഛായയിലുള്ള മനുഷ്യമക്കൾ അങ്ങനെ തന്നെയാണ് സൃഷ്ടിച്ചത്. തൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് തൻ്റെ പുത്രൻ. അപ്പോൾ ഈ ഇത്രയും അനുസരണക്കേട് കാണിക്കുന്ന, ഇത്രയും തിന്മയിലേക്ക് ചായഞ്ഞിരിക്കുന്ന മനുഷ്യന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവപിതാവിൻ്റെ സ്നേഹം, ആ സ്നേഹത്തിന് പിന്നിൽ മനുഷ്യനൊരു വിലയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഒരു വിലയുണ്ട്. ആ വില നമ്മൾ ഈ സുവിശേഷ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, കണ്ടാൽ എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു, എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്ന വേർഡാണ് നാം ദൈവമക്കളാണ് എന്നുള്ളത്. തിരുവചനം അതിന് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്, നാം ദൈവമക്കളാണ് എന്നുള്ളത്. ഈ ദൈവമക്കളാണ് എന്ന ഒറ്റ കാരണത്താലാണ് ഈ മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് ദൈവം തൻ്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് നൽകിയത്. ദൈവമക്കൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ പേര് പറഞ്ഞിട്ട്, എൻ്റെ അപ്പച്ചൻ്റെ പേര് ജോണി എന്നാണ്, അപ്പോൾ ജോണി എന്ന് പേരുള്ള ഈ ആളുടെ മകളാണ് ഞാൻ എന്ന് പറയുന്ന വിലയാണോ ദൈവമക്കളാണ് അല്ലെങ്കിൽ ഞാൻ ദൈവമകനാണ് ദൈവമകളാണ് എന്ന് പറയുമ്പോൾ ഉള്ളത്? ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അപ്പച്ചൻ്റെ പേരിൽ അമ്മച്ചിയുടെ പേരിൽ തറവാട്ട് പേരിലൊക്കെ അഭിമാനിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? നമ്മുടെ മക്കൾ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ആ മക്കൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മളോട് എതിരല്ലേ? എത്ര മക്കളാ സ്വന്തം മക്കൾ, പ്രത്യേകിച്ച് ഇപ്പോൾ യൂത്താണ്, അവർ തലമുറയിൽ നിന്ന് മീൻസ് വേറെ ഇതിൽ കല്യാണം നടത്തണം, നമ്മൾ പറയുന്നത് അനുസരിക്കണില്ല, വേറെ രീതിയിൽ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകണം, അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ മക്കളോടൊരു സ്നേഹമുണ്ടല്ലേ? അവർ നമ്മിൽ നിന്ന് തെറ്റിയേ പോണത്, നമ്മൾ പറയുന്നതൊന്നും അനുസരിക്കണില്ല. പക്ഷെ സാധാ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉള്ളിൽ സ്വന്തം മക്കളോടൊരു സ്നേഹമുണ്ട്. അവരെത്രയും മോശമുള്ളവരാണ് എന്ന് ആരൊക്കെ വിധി എഴുതിയാലും നമ്മൾ നമ്മുടെ സ്വന്തം മക്കൾക്ക് ആ വിധി കൊടുക്കില്ല, നമ്മൾ പറയില്ല. കാരണം എന്താ? നമുക്കൊരു സ്നേഹമുണ്ട്. ഇതേപോലെ തന്നെയാണ് ദൈവപിതാവിനോ ഓരോ മനുഷ്യ മക്കളോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് ഈ മനുഷ്യ മക്കൾക്ക് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ അവിടുന്ന് തയ്യാറായത്. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ ഏകജാതനെ, അതായത് യേശു ക്രിസ്തുവിനെ നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത. അല്ലാതെ എല്ലാം നമുക്ക് തരുന്ന, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ ഇടപെടുന്ന അല്ലെങ്കിൽ രോഗകാര്യങ്ങളിൽ ഇടപെട്ട് നമുക്ക് സൗഖ്യം തരുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹമല്ല ദൈവസ്നേഹം എന്ന് പറയുന്നത്. അതൊക്കെ ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ മാത്രം. അത് ഭൗതികമായ എല്ലാ നേട്ടങ്ങളും ദൈവസ്നേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ മാത്രം. അത് ഒരിക്കലും ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണമല്ല. അതുകൊണ്ട് തന്നെ എത്ര വലിയ ദുരന്തങ്ങൾ നടന്നാലും, നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ ദേശത്തായാലും നമ്മുടെ ബന്ധുക്കൾക്കായാലും ആർക്കായാലും എത്ര വലിയ ദുരന്തങ്ങൾ നടന്നാലും ദൈവസ്നേഹത്തിന് യാതൊരു വ്യത്യാസവുമില്ല. ദൈവം സ്നേഹിച്ചത് നമ്മളൊക്കെ മനുഷ്യർ ആണ്, പാപികളാണ്, മാക്സിമം എന്നിൽ നിന്ന് അകന്നു പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്, അതറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചതും തൻ്റെ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് നൽകിയതും. അപ്പോൾ ഒരിക്കലും ദൈവസ്നേഹം തിരിച്ചറിയാനുള്ള അടയാളം നമ്മുടെ ജീവിതത്തിലെ ഭൗതിക നേട്ടങ്ങളല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാലാണ് ജീവിതത്തിൽ ദുരന്തങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ എന്താ ഇങ്ങനെ, ദൈവം എന്താ ഇങ്ങനെ എന്നോട് ചെയ്യണേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, അങ്ങനെ ഒരു ചോദ്യം തിരിച്ച് നമ്മൾ ഇന്ന് വരില്ല. ദൈവത്തിൻ്റെ സ്നേഹം എന്നും സ്ഥിരമായി നിൽക്കുന്നു.
നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അതാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്, അടയാളം. അല്ലാതെ ഭൗതിക ജീവിതത്തിലെ നേട്ടങ്ങളൊന്നും ദൈവസ്നേഹത്തിൻ്റെ അടയാളത്തെയോ ദൈവസ്നേഹത്തെ അളക്കാനുള്ള അളവുകോലായോ ഒരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല. പക്ഷേ നമുക്കൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോമ 8:28 തിരുവചനമില്ലേ, തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയായി പരിണമിപ്പിക്കുന്നു. ഇതിൽ വിശ്വസിക്കാനുള്ള ഒരു കടമ, ഒരു കടപ്പാട് നമുക്കുണ്ട്. നമ്മൾ ആ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തെ സ്നേഹിക്കണം, അവിടുത്തെ ആശ്രയിക്കണം, അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി അത് നമുക്ക് കാണാൻ പറ്റും. അത് ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ മാത്രം. ഒരിക്കലും ദുരന്തങ്ങളും ദൈവസ്നേഹവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെയാണോ എന്നൊരു ചോദ്യത്തിന് പോകാനായിട്ട് പാടില്ല. ഇനി നമ്മൾ ഓരോരുത്തരും ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരാണ്. ഇവിടെ വന്നിട്ടും വീട്ടിലൊക്കെ ആയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയും ദൈവസ്നേഹവും തമ്മിൽ എന്താ ബന്ധം? സ്നേഹം ഇല്ലാതെ, വിശ്വാസം ഇല്ലാതെ ഒരാളുടെ അടുത്ത് വന്നിരിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. ഇല്ല. അപ്പം ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട് നമ്മൾ ഈശോയുടെ മുൻപിലിരിക്കുമ്പോൾ. ഇനി നമ്മുടെ സ്നേഹത്തിൻ്റെയും ദൈവത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും തമ്മിൽ പ്രത്യേകത എന്താണെന്നറിയോ? 1 കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 കൊറിന്തോസ് 13 സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ ആദ്യത്തെ ഭാഗം മാത്രം സ്നേഹത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. സ്നേഹം അസൂയപ്പെടുന്നില്ല. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് വരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹത്തിൻ്റെ പ്രത്യേകത കേട്ടോ. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോത്ഭവിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ അത്ര മതി. സ്നേഹത്തിൻ്റെ പ്രത്യേകത അതാണ്. ശരിക്കും സ്നേഹത്തിൻ്റെ പ്രത്യേകത ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ അതിൽ വായിച്ചത്. ഈ പ്രത്യേകതയെല്ലാം മനുഷ്യ സ്നേഹത്തിനുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും നമുക്കും സ്നേഹമുണ്ടല്ലേ? നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ്, സ്നേഹമുണ്ടെന്ന് പറയുന്നവരാണ്, സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. പക്ഷേ ഈ സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രത്യേകത നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതിൽ പറഞ്ഞേക്കുന്നത് സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്. നമ്മുടെ സ്നേഹത്തിന് ദീർഘക്ഷമയുണ്ടോ? നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു ചെറിയ അനുസരണക്കേട് കാണിച്ചാൽ എന്താവും? അപ്പോഴേക്ക് നമുക്ക് ദേഷ്യമായി അല്ലേ? അപ്പം നമ്മുടെ സ്നേഹത്തിന് ക്ഷമയുണ്ടോ? ഇനി അനുസരണക്കേട് കാണിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരണം. പക്ഷെ നമ്മൾ ദേഷ്യപ്പെടുന്നതും അവരെ തിരുത്തേണ്ട രീതിയിൽ തന്നെയാണോ? സ്നേഹത്തോടു കൂടിയാണോ? അല്ലല്ലേ? സാധാരണ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് ആദ്യം നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ അവരെ ദേഷ്യപ്പെടും, വഴക്ക് പറയും, അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമുക്ക് സ്നേഹം വരിക. അപ്പം നമ്മൾ അവരെ അടുത്ത് വിളിച്ചിട്ട് അവരോട് സ്നേഹം അല്ലെങ്കിൽ ഇന്നതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും, അല്ലേ? നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ദീർഘക്ഷമയുള്ളൊരു സ്നേഹമാണെങ്കിൽ ആദ്യം തന്നെ പണിഷ്മെൻറ്റിന് പോകില്ലല്ലോ, അവർ വഴക്ക് പറയാൻ പോകില്ലല്ലോ, കാത്തിരിക്കണ്ടേ? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അങ്ങനെയല്ലേ? അല്ലെങ്കിൽ നമ്മളൊക്കെ ഇന്നിവിടെ ഇരിക്കുമോ? അല്ലേ? ദീർഘക്ഷമയുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇതുപോലെ പരിപാലിച്ച് നടത്തണത്, അല്ലേ? നമ്മുടെ വിചാരങ്ങളെല്ലാം അറിയുന്ന ഒരു നല്ല തമ്പുരാന, ഒരു നല്ല ദൈവമാണ്, അല്ലേ? ഒന്നുപോലും അവിടുത്തെ കൺമുൻപിൽ നിന്ന് മറയ്ക്കപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ഇതുപോലെ നിൽക്കണുണ്ടെങ്കിൽ ആ സ്നേഹം ശരിക്കും ദീർഘക്ഷമയുള്ളതാണ്, അല്ലേ? അല്ലാതെ ഇങ്ങനെ നമ്മൾ ഇരുത്തില്ല.
നമ്മളാണ് ഈ സ്ഥാനത്തെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു, നമ്മുടെ പ്രവൃത്തികൾ നമ്മളൊന്നോർത്ത. അപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ആ ദീർഘക്ഷമ. എന്നാൽ നമ്മുടെ സ്നേഹത്തിനത് ഇല്ലാത്തതും. അപ്പോൾ നമ്മുടെ സ്നേഹത്തിന് ഇല്ലാത്തതും ദൈവത്തിൻ്റെ സ്നേഹത്തിനുള്ളതുമായ പ്രത്യേകത നമ്മളിലേക്ക് കടന്നു വരാൻ ഒരു വഴി ഒരുക്കുന്നതാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന. അതായത് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മൾ ഈശോയുടെ മുൻപിൽ ഇരിക്കുന്നു, നമുക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടി ആർക്കൊക്കെയാണോ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരും, നമ്മുടെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ലയിക്കും. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥന. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നമ്മുടേതായ കാരണങ്ങളല്ലാതെ നമ്മൾ ഈശോയുടെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തിനെ റിയലായി കണ്ട് ആളുടെ ദുഃഖത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിലപ്പോൾ ആ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥ ഉള്ളുകൊണ്ട് ഭയങ്കര സങ്കടപ്പെട്ട് കരയണ ഒരവസ്ഥയായിരിക്കും. അതേ അനുഭവം ഈശോ അല്ലെങ്കിൽ ദൈവം നമ്മളിലേക്ക് തരും. നമ്മൾ അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതേ അനുഭവം നമ്മളിലേക്ക് തരും. അപ്പം നമ്മൾ വിചാരിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിനല്ലാതെ തന്നെ ഈശോയുടെ മുൻപിലിരുന്ന് നമ്മൾ കരഞ്ഞ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് ദൈവസ്നേഹത്തിൻ്റെ ഒരു അനുഭവമാണ്. കാരണം ദൈവത്തിന് ഈ ലോകത്തിലുള്ള എല്ലാ മക്കളും ഒരുപോലെയാണ്, അല്ലേ? ഒരുപോലെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവർ വരുള്ളൂ. അപ്പോൾ എന്നോട് നേരിട്ടോ അല്ലാതെയോ ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുമുൻപിൽ മാധ്യസ്ഥം വഹിക്കാൻ ഞാൻ ഇരിക്കുമ്പോൾ ആ വ്യക്തി വേദനിക്കുന്ന അതേ അവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് പകർന്നു തരുന്നത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അത് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം യോഹന്നാൻ്റെ ലേഖനത്തിൽ 3-ാം അധ്യായം നമ്മളിപ്പോൾ 1-ാം വാക്യം കണ്ടു. അതിൽ 4-ാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ പറയുന്നുണ്ട്, സ്നേഹം ഉള്ളിടത്ത് ഭയം ഇല്ല. സ്നേഹമുള്ളിടത്ത് അത് സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മൾ കൊരിന്തോസുകാരുടെ ലേഖനം 13-ാം അധ്യായത്തിലും വായിച്ചു. സ്നേഹത്തിൽ ഭയമില്ല, അത് ഭയപ്പെടില്ല ഒന്നിനെയും. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അതേ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും നമ്മൾ. അത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. കാരണം ദൈവത്തിന് ആ മക്കൾ വിലപ്പെട്ടതാണ്. അപ്പോൾ അവരനുഭവിക്കുന്ന വേദന ദൈവത്തിൻ്റെ വേദനയാണ്. ആ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഒരു വ്യക്തി വന്നിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ വേദനയുടെ ഒരു പങ്ക് ഷെയർ ചെയ്യും. അത് ഷെയർ ചെയ്യണത് ആ വ്യക്തി അനുഭവിക്കുന്ന ദുഃഖമായിരിക്കും, ആ വ്യക്തി അനുഭവിക്കുന്ന രോഗമായിരിക്കും, ആ വ്യക്തി അനുഭവിക്കുന്ന മാനസിക അവസ്ഥകളായിരിക്കും. അത് ഷെയർ ചെയ്യുമ്പോൾ അത് സ്വീകരിച്ച് പ്രാർത്ഥിക്കാനുള്ള കരുത്താണ് മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ നേടേണ്ടത്. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്വീകരിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെട്ട് അതിൽ നിന്ന് പിന്മാറും, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ നിർത്തും. കാരണം എന്താ? നമുക്ക് ധൈര്യമില്ല അതിനെ അഭിമുഖീകരിക്കാൻ. ഭയം എന്ന് പറയുന്ന ആ വികാരം നമ്മളെ കീഴ്പ്പെടുത്തും. അത് പിശാചിൻ്റെ കെണിയാണ്. അതുകൊണ്ട് തന്നെയാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന എല്ലാവരും, ഒരുവിധം ആഴമായ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പോകുന്ന എല്ലാവരും നല്ല കഷ്ടത അനുഭവങ്ങളിലൂടെ കടന്നു പോകും. കഷ്ടത അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ആർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ? ലോകത്തിന് വേണ്ടി. ആ ലോകത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ദൈവമുണ്ട്. ആ ലോകത്തിന് വേണ്ടി കണ്ണീരോടെ കാത്തിരിക്കുന്ന ദൈവമുണ്ട്. ആ വേദനയെ ആ ദൈവം നമുക്ക് ഷെയർ ചെയ്യുന്നേ. ആ വ്യക്തി അനുഭവിക്കുന്ന വേദന ദൈവത്തിൻ്റെ വേദന ആയതുകൊണ്ട് ആ ദൈവം അത് നമുക്ക് വേണ്ടി നമ്മളിലേക്ക് ഷെയർ ചെയ്യാനാണ് പറയുന്നുള്ളൂ. അതിൻ്റെ ഒരു അനുഭവം ചെറുതായി നമുക്ക് തരും. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിന് അങ്ങനെ പറ്റുള്ളൂ. കാരണം ദൈവത്തിന് ഇന്ന് മനുഷ്യരിലൂടെയല്ലേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, അല്ലേ? മനുഷ്യരിലൂടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സങ്കടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല ആ സമയം. കാരണം അത്രയും അവർ വേദനയിലൂടെ കടന്നു പോവുക, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് വേണ്ടി അവരുടെ അതേ വികാരങ്ങൾ എടുത്ത് അതേ അനുഭവത്തിലൂടെ വേറൊരു വ്യക്തി ഈശോയുടെ മുൻപിൽ മാധ്യസ്ഥം വഹിക്കുമ്പോൾ ഈശോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരിലേക്ക് ഇറങ്ങാൻ പറ്റും, അവർക്ക് വഴികൾ ഒരുക്കാൻ പറ്റും. അതുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന നമുക്ക്
അനുഭവങ്ങൾ, അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ അനുഭവങ്ങൾ, ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ, ശാരീരികമായ അസ്വസ്ഥതകൾ, അതൊക്കെ തരുന്നത് അത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. അത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപയാണ് നമുക്ക് വേണ്ടത്. അത് തിരിച്ചറിയാനുള്ള കൃപ എവിടെ നിന്നാണ് കിട്ടണമെന്നറിയോ? പരിശുദ്ധാത്മാവാ തരണേ. ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യരിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവാണ്. നമ്മൾ ദിവ്യകാരുണ്യേശോയുടെ മുൻപിലിരുന്ന് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ അനുഭവം നമുക്ക് തരുന്നത്, അതേ രോഗാവസ്ഥ നമുക്ക് തരുന്നത്, അതേ വികാരം നമുക്ക് തരുന്നത്, കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നത്, നമുക്ക് വേണ്ടിയല്ലാതെ. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് ആ സമയത്ത് നടക്കുന്നത്. അത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നതിൻ്റെ ലക്ഷണമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന കൂടുതൽ ശക്തമാവാം. അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെട്ട് ആ പ്രാർത്ഥന നിർത്തും, അതിൽ നിന്ന് നമ്മൾ പിന്മാറും. അപ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് ദൈവം ഒഴുക്കുന്നത്, കൊടുക്കുന്നത്. അത് ഇന്നിൻ്റെ ലോകത്തിൻ്റെ മക്കൾ മുഴുവൻ വേദനയിലും സങ്കടത്തിലും പോകുന്നവരാണ്. ഭൂരിഭാഗം പേരും അങ്ങനെ പോകുന്നവരാണ്. അപ്പോൾ അതെല്ലാം നിരന്തരം ഏറ്റെടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ആ ദൈവം ഇങ്ങനെ ഇരുന്ന് നോക്കണുണ്ട്, ആരെങ്കിലും ഈ മക്കൾക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തിന്മയിൽ അടിപ്പെട്ടു പോകുന്ന മദ്യപാനം, ലഹരി, ആ മേഖലകളിലൊക്കെ അടിമപ്പെടുന്ന മക്കൾക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ദൈവം തീർച്ചയായും അന്വേഷിക്കും. സ്വർഗത്തിലിരുന്ന് വചനം തന്നെയുണ്ട് അങ്ങനെയല്ലേ? സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കി, അത് മനുഷ്യരുടെ ഹൃദയങ്ങളെ കാണാനാണ്. ഏത് ഹൃദയങ്ങളിൽ നിന്നാണ് അങ്ങനെ ഒരു പ്രാർത്ഥന ഉയരണേ എന്ന് ദൈവം തീർച്ചയായും നോക്കും. ആ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ്, ആ മക്കളിലേക്ക് ഒഴുകേണ്ട സ്നേഹമാണ് നമ്മളിലേക്ക് ഒഴുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം നമ്മെ അനുവദിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറാൻ പാടില്ല. പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറിയാൽ നമ്മൾ അത് പിശാചിൻ്റെ വഴികൾക്ക് കീഴ്പ്പെട്ടു. അപ്പോൾ പിശാചിന് സന്തോഷമാവും, കാരണം നമ്മൾ പ്രാർത്ഥന നിർത്തിയല്ലോ. അങ്ങനെ നമ്മൾ ആ അനുഭവത്തെ നന്നായി എടുക്കാതെ ആവുമ്പോൾ സന്തോഷിച്ചിരിക്കുന്ന ഒരാളുണ്ട്. ആ ആളെ തോൽപ്പിക്കണമെങ്കിൽ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈശോയോട് നന്ദി പറയാൻ നമുക്ക് പറ്റണം. ഈശോയോട് നന്ദി പറയാനായിട്ട് നമുക്ക് പറ്റണം. അങ്ങനെ നമ്മൾ നന്ദി പറയുമ്പോൾ, എന്ന് വെച്ചാൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളിലും നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ വേദന ഏറ്റെടുക്കുമ്പോൾ, അവിടെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. എളുപ്പമാണ് അവിടുന്ന് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ എളുപ്പം ഒരു വഴിയാണ് നമ്മൾ അങ്ങനെ ആവുമ്പോൾ ഒരുക്കി വെച്ച് കൊടുക്കുന്നത്. ഇപ്പം ഞാനിത് ശരിക്കും പറയാൻ വന്നത് ദൈവസ്നേഹം, അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ വന്നത്. പക്ഷെ ഞാനിവിടെ കയറിയപ്പോൾ എന്തോ എന്നെ ഇങ്ങനെ കണക്ട് ചെയ്യിപ്പിച്ചു, ദൈവസ്നേഹവും മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചു. കാരണം പ്രാർത്ഥിക്കണ ഒത്തിരി മക്കൾ ഒരുപാട് പ്രാർത്ഥിച്ചു, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവരുടെ കാര്യങ്ങൾക്ക് എല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥന നടത്തണേ, പക്ഷേ അവർക്ക് എപ്പോഴും ദുരിതങ്ങളാണ്, അവർക്ക് എപ്പോഴും കഷ്ടപ്പാടുകളാണ്. അതുകൊണ്ട് ഇപ്പോൾ പേടിയാ സിസ്റ്ററെ പ്രാർത്ഥിക്കാൻ എന്നാണ് പറയണത്. പലരും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഒരുപാട് പേര് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇത്ര ബുദ്ധിമുട്ടുകൾ കൊടുക്കണേ? അതുകൊണ്ടല്ലേ അവർ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറണേ? അല്ലേ? എല്ലാവരും ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കാനാണ് വരണേ, എല്ലാവരും ആഗ്രഹത്തോടു കൂടിയ പള്ളിയിൽ ചെല്ലണതും ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ഇരിക്കണതും ഒക്കെ. പക്ഷെ 2-3 ദിവസം അവർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പിന്നെ തനിയെ അതിൽ നിന്ന് മാറുക എന്ന് വെച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റണില്ല. ആ വിധത്തിലാണ് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വരണത്. അപ്പം ഞാനിങ്ങനെ തമ്പുരാനോട് ഈശോയുടെ മുന്നിലിരിക്കുമ്പോൾ ചോദിച്ചതാ, ഒരുപാട് മക്കളിങ്ങനെ പിന്മാറാനായിട്ട് ഇടവരുന്നുണ്ട്, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണതല്ലേ, നീ ഇതൊക്കെ കാണുന്നതല്ലേ? ഇങ്ങനെ തന്നെ ഇവർ പിന്മാറിയാൽ മധ്യസ്ഥം വഹിക്കണവരുടെ എണ്ണം കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ക്രോധം അല്ലെങ്കിൽ കോപം ഭൂമിയിലേക്ക് വരാൻ എളുപ്പമാണ് അല്ലേ? മധ്യസ്ഥം വഹിക്കണവരാണ് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ. അവരുടെ എണ്ണം കുറഞ്ഞാലില്ലേ എന്തൊക്കെ ദുരന്തങ്ങൾ മനുഷ്യരുടെ ഫലമായിട്ട് വരാനുണ്ടോ, അതെല്ലാം എളുപ്പം ഇങ്ങോട്ടേക്ക് എത്തും. എളുപ്പം ഒരു ദേശത്തേക്ക് എത്തും, ഒരു ഭവനത്തിലേക്ക് എത്തും, ഒരു വ്യക്തിയിലേക്ക് എത്തും. ഇത് എത്താതെ ഇടയിൽ നിൽക്കുന്നവരാ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആൾക്കാർ. അവരെ ആദ്യം തന്നെ പിന്മാറ്റിയെടുത്താൽ പിന്നെ
ലോകം എളുപ്പത്തിൽ പിശാചിനെ ക്രമീകരിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവൻ ഒരുക്കണ ഒരു കെണിയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചിന്ത തരും, അയ്യോ ഇനി പ്രാർത്ഥിക്കണ്ട, എൻ്റെ കാര്യം നോക്കിയാൽ മതി, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ലേ എനിക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ പിന്മാറാൻ ഇടവരും. അപ്പോൾ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാതെ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യ മക്കളിലേക്ക് ഒഴുകുന്നതാ. ദൈവം വേദനിക്കുന്നതിൻ്റെ ഒരു പങ്ക് എനിക്ക് തരുന്നതാ എൻ്റെ സഹനം. എൻ്റെ ശാരീരിക സഹനാകട്ടെ, എൻ്റെ ആന്തരിക സഹനാകട്ടെ, എൻ്റെ ഭൗതികമായ സഹനങ്ങളാകട്ടെ, ഇതെല്ലാം ഈ ലോകത്തിലെ മുഴുവൻ മക്കളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അവരുടെയൊക്കെ ദുഃഖത്തിൻ്റെ ഒരു ഭാഗം പ്രാർത്ഥിക്കുന്ന എനിക്ക് തന്നു. ഇത് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവം ഒരു ഭാഗം എനിക്ക് തന്നു. അത്രയും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് വരുന്ന പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് രോഗം വന്ന് സാമ്പത്തികമായ മേഖലയിൽ ഭയങ്കര ബുദ്ധിമുട്ട്, ഭൗതികമായ മേഖലയിൽ ബുദ്ധിമുട്ട്, അങ്ങനെ എല്ലാ തരത്തിലും കൂടി നമ്മൾ കിട്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകണത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയണം. എന്നിട്ട് അതിൽ നിന്ന് തീക്കനലിൻ്റെ മേതെ ചവിട്ടി നിന്ന് നമ്മൾ മാധ്യസ്ഥം വഹിക്കണം. ആ വഹിക്കണ മാധ്യസ്ഥത്തിനാണ് ഏറ്റവും പവർ. നമ്മൾ സാധാരണ എല്ലാ സുഖത്തിലും സൗകര്യത്തിലൊക്കെ വന്ന്, എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ദിവികാരുണ്യത്തിന് മുൻപിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണേക്കാൾ ഇരട്ടി പവറാണ് ഈ സഹനത്തിൻ്റെ തീച്ചൂളയിൽ അല്ലെങ്കിൽ തീക്കനലിൻ്റെ മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. അതാണ് ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവരെ ദൈവം ഉയർത്തും. ആ കഷ്ടപ്പാട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. കാരണം അതും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് അല്ലേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആ മക്കളുടെ വേദന ഈ മക്കളിലേക്ക് ഷെയർ ചെയ്തെങ്കിൽ ഈ മക്കളെ ഉയർത്തേണ്ടതും ഈ മക്കളെ ആശ്വസിപ്പിക്കേണ്ടതും ആ ദൈവത്തിൻ്റെ കടമയാണ്. ആ ബോധ്യത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട്. ഞാൻ ഇതുപോലെ കാര്യങ്ങൾ ചെയ്തില്ലേ, അപ്പോൾ എൻ്റെ കാര്യത്തിൽ നീ ഇടപെടണം. വാശി വെച്ച് നമുക്ക് ചോദിക്കാം. ഈ കനലിൻ്റെ മീതെ ചവിട്ടി നിന്നിട്ടേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. എൻ്റെ കാര്യത്തിൽ നീ ഇടപെടണം. ദൈവം ഇടപെടും, തീർച്ചയായിട്ടും ഇടപെടും. അതുകൊണ്ട് ഒരിക്കലും മധ്യസ്ഥ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചിട്ട് അസ്വസ്ഥതകൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ ഒരിക്കലും പിന്മാറരുത്. ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അസ്വസ്ഥതയായി, കിടന്ന് പ്രാർത്ഥിക്കാൻ വിധത്തിലായി എന്ന് വെച്ച് രോഗാവസ്ഥയിലെത്തി. അങ്ങനെ എത്തുമ്പോഴും അവിടെ കിടന്ന് വിളിക്കണം ഈശോയെ, അവിടെ കിടന്ന് മാധ്യസ്ഥം വഹിക്കണം. ഇരുന്ന് പ്രാർത്ഥിക്കണേക്കാളും പവറാണ് കിടന്ന് പ്രാർത്ഥിക്കണ പവറിന്. നമ്മൾ കിടന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല, രോഗം കൊണ്ട് കിടന്നു പോയതാണ്. അപ്പം ഒരു കൊന്ത ഇരുന്ന് സുഖമായിട്ട് നമ്മൾ ചൊല്ലിയിരുന്ന സമയത്ത് ചൊല്ലിയ 2 കൊന്തയുടെ പവർ ഉണ്ടാവും ഒരൊറ്റ നന്മ നിറഞ്ഞ മറിയത്തിന്. രോഗാവസ്ഥയിലായി അല്ലെങ്കിൽ സാമ്പത്തികമായ എല്ലാ ഞെരുക്കമായിട്ട് മനസ്സിങ്ങനെ തിങ്ങിയിരിക്കുന്ന നേരത്ത് മറ്റുള്ളവർക്ക് വേണ്ടി, ഇതുപോലെ കഷ്ടപ്പെടുന്ന 1000 മക്കൾക്ക്, ലക്ഷക്കണക്കിന് മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ നന്മ നിറഞ്ഞ മറിയമേ ഉയർത്തിയാൽ മതി. അവിടെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം കാണാൻ പറ്റും, നമ്മൾ പ്രാർത്ഥിച്ച വ്യക്തികളുടെ ജീവിതത്തിലും അത്ഭുതം കാണാൻ പറ്റും. ഇത് നമ്മുടെ മനസ്സിൽ ബോധ്യമായിട്ട് ആഴമായി പതിയണം. അപ്പോഴാണ് പ്രതിസന്ധികൾ വരുമ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറാൻ നമ്മൾ തയ്യാറാവില്ല. പിടിച്ചു നിൽക്കാനായി നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവ് എപ്പോഴും ബോധ്യങ്ങളെ തരുള്ളൂ. പരിശുദ്ധാത്മാവ് തരണത് ബോധ്യമാണ്. ആ ബോധ്യം വ്യക്തിയെ മാനസാന്തരപ്പെടുത്തും. ആ ബോധ്യം വ്യക്തിയിൽ നവീകരണം കൊണ്ടുവരും. അപ്പോൾ ബോധ്യങ്ങളെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. നമ്മൾ കാണുന്ന കാര്യങ്ങളെയെല്ലാം മുറുകെ പിടിക്കേണ്ടത്. എനിക്ക് പരിശുദ്ധാത്മാവ് തന്ന ബോധ്യത്തെ മുറുകെ പിടിച്ചാൽ എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അങ്ങനെ ദൈവ തിരുമുൻപിൽ മാധ്യസ്ഥം വഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കണ മധ്യസ്ഥ പ്രാർത്ഥന. അതൊന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ എനിക്ക് എല്ലാ സൗകര്യങ്ങളായി ഇനി ഫ്രീ ആയി എനിക്ക് പോയിരിക്കാം, എനിക്ക് ടെൻഷനൊന്നുമില്ല. ഈ പറയണ ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എല്ലാത്തിൽ നിന്നൊന്ന് ഫ്രീ ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയെങ്കിൽ ഇന്ന്, മനസ്സിന് യാതൊരു ടെൻഷനും ഇല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റിയെങ്കിൽ എന്ന് ഞാനും വിചാരിക്കാറുണ്ട്. പക്ഷേ അപ്പോൾ ദൈവം ഈശോ തന്ന ഒരു മറുപടിയാണ്, അതിന് ദൈവം നമ്മളെ അനുവദിക്കില്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിലേക്ക് ഉയരാൻ നമ്മൾ പഠിക്കണം. അതാണ് ദൈവം ശരിക്കും നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴി. അപ്പോൾ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയാണ് എന്നുള്ള ഇതുകൊണ്ട് ആ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറില്ല. അത് ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നമുക്ക് അത്
തെളിവ് തരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തുടക്കം പറഞ്ഞത് ദൈവം തൻ്റെ ഏകജാതനെ നൽകി. ദൈവം ഏകജാതനെ ലോകത്തിന് നൽകിയത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? മനുഷ്യരുടെ പാപത്തിന് പരിഹാരം. അതെങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്? സുഖമായി ലോകത്തിൽ ജീവിച്ചിട്ട് ചെയ്യുന്ന കാര്യമായിരുന്നോ? അല്ല. കുരിശുമരണത്തിലൂടെ അത്രയും ഒരു മനുഷ്യൻ സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം സഹിച്ച് ആ മരണം കൈവരിച്ചിട്ടായിരുന്നു ഈ മനുഷ്യമക്കളെ മുഴുവൻ നേടിയെടുക്കേണ്ടത്, അല്ലേ? അതറിഞ്ഞിട്ട് തന്നെയല്ലേ പിതാവ് ഈ പുത്രനെ തന്നത് അല്ലേ? അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മുൻപിൽ അത്രയ്ക്ക് അത്രയും വിലയുള്ളവരാ. അല്ലാതെ ദൈവം അങ്ങനെ വിടില്ല സ്വന്തം പുത്രനെ. അപ്പം മറ്റു വ്യക്തികൾ നമുക്കിടുന്ന വിലയോ നമ്മൾക്കിടുന്ന വിലയോ അല്ല ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ വില. അതിൻ്റെ തെളിവാണ് തൻ്റെ പുത്രനെ തന്നെ ഇതുപോലെ സഹിച്ച് കഷ്ടപ്പെട്ട് നമ്മളെ രക്ഷപ്പെടുത്തിയെടുക്കുന്നത്. ഓരോ മനുഷ്യമക്കൾക്കും ദൈവത്തിൻ്റെ മുൻപിൽ അതിന് മാത്രം വിലയുണ്ട്. ആ വില നമുക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളില്ലേ, അതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവുക. എനിക്ക് ഇത്രയും വിലയുണ്ടായിരുന്നല്ലേ എന്ന് നമുക്ക് മനസ്സിലാവുക. ഈ ഭൂമിയിൽ നമുക്കത് തിരിച്ചറിയില്ല, പക്ഷെ ദൈവപിതാവിന് അത് തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെയാണ് ദൈവപുത്രനെ അത്രയും ഒരു സഹനത്തിലേക്ക് വിട്ടുകൊടുത്തതും അതുവഴി മനുഷ്യകുലത്തെ രക്ഷിച്ചതും. ഇനി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ഈ ഭൂമിയിൽ ഇന്ന് വരെ മനുഷ്യമക്കളുണ്ടോ അന്ന് വരെയുള്ള എല്ലാ മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ് പുത്രനെ അയച്ചതും പുത്രൻ്റെ കുരിശുമരണം സംഭവിച്ചതും. അങ്ങനെയാണെങ്കിൽ ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ ഒരുപാട് സങ്കടങ്ങളും വേദനകളൊക്കെ വരില്ലേ? അപ്പം നമ്മളും മനസ്സിലാക്കി ബോധപൂർവം ആശ്രയിക്കേണ്ടത് എന്തിനാണെന്നറിയോ? ഈശോയുടെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയിൽ. അപ്പം നമ്മൾ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും തിരിച്ച് ഈശോയ്ക്ക് വെച്ചു കൊടുക്കേണ്ടത്, ദൈവപിതാവിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ഉയർത്തേണ്ടത് ഈശോയുടെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയോട് ചേർത്ത്. അതറിയാതെ നമ്മൾ വെക്കണം. ഞാൻ ഈ കടന്നു പോകുന്ന ഈ അവസ്ഥ, ഈ കഷ്ടപ്പാട്, ഈ അനുഭവം, ഈ വേദന ഈശോയെ അങ്ങയുടെ തിരുക്കുമാരൻ്റെ അല്ലെങ്കിൽ ദൈവപിതാവിനോട് തിരുക്കുമാരൻ്റെ തിരുരക്തത്തിൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയോട് ചേർത്ത് വെക്കുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു നോക്കി, അതിന് ഭയങ്കര പവറാണ്. നമ്മൾ പോണ ഓരോ അവസ്ഥയും, കുഞ്ഞതോ വലുതോ എന്തോ ആവട്ടെ, ആ അവസ്ഥയൊക്കെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയോട് ചേർത്ത് കാഴ്ചവെക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞ് ആ അനുഭവങ്ങളെ വെക്കണ മൊമെൻറ്റിലില്ലേ, ദൈവം അതെടുത്ത് നമ്മളെ അനുഗ്രഹിക്കും. കാരണം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ, അവരവർക്ക് അവരവരുടെ വില കൊടുക്കാനായിട്ട് ദൈവം കണ്ട മാർഗമാണ് തൻ്റെ പുത്രൻ്റെ കുരിശുമരണം. അപ്പം എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കണം: ഈശോയെ അങ്ങയുടെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയോട് ചേർത്ത് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മളെ ശക്തിപ്പെടുത്തും. കാരണം നമ്മൾ മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മൾ ബലഹീനരാണ്, അയോഗ്യതയുള്ളവരാണ്, നമ്മളിൽ കുറവുകളൊക്കെ ഉണ്ട്. നമ്മുടെ കുറവുകൾ തന്നെ നോക്കിയിരിക്കണ ഒരാളുണ്ട്, പിശാച്. അവൻ നമ്മുടെ കുറവുകൾ എടുത്തിട്ടാണ് കൂടുതൽ നമ്മളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ നമ്മളെ കഷ്ടപ്പെടുത്തുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ എല്ലാ അവസ്ഥകളും, നമ്മളെ മുഴുവനും, നമ്മുടെ കുടുംബം, നമ്മളുമായി ബന്ധപ്പെട്ടതെല്ലാം ഈശോയുടെ ഈ പീഡാസഹനത്തിൻ്റെ യോഗ്യതയിൽ ചേർത്ത് വെച്ച് കൊടുക്കണം ദൈവപിതാവിന്. അത് കൊടുത്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായിട്ട് ഇരിക്കണം. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലെ തടസ്സങ്ങൾ പിന്നെ പിശാചിന് ഇടാൻ പറ്റില്ല, നമുക്കെതിരെ കെണിയൊരുക്കാൻ അവന് പറ്റില്ല. കാരണം കുരിശുമരണത്തിൻ്റെ യോഗ്യതയോട് തുലനം ചെയ്യാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. പിശാചിൻ്റെ ഒരു പ്രവൃത്തികളും ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയോട്, തിരുരക്തത്തിൻ്റെ യോഗ്യതയോട് ചേരില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ യോഗ്യതയിൽ നമ്മളെ സമർപ്പിക്കണം. പ്രാർത്ഥന നടത്താനിരിക്കുമ്പോൾ നമ്മൾ സമർപ്പിക്കണം. നമുക്ക് പ്രിയപ്പെട്ടവരൊക്കെ നമ്മളെ സമർപ്പിക്കണം. ഏത് അനുഭവമാണ് നമ്മളിപ്പോൾ കൂടുതൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കണേ, ആ അനുഭവങ്ങളെ തിരുരക്തത്തിൻ്റെ യോഗ്യതയിൽ, ഈശോയുടെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയിൽ പിതാവിന് കൊടുത്തിട്ട് വേണം ലോകത്തിന് വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിക്കാൻ. അങ്ങനെ മാധ്യസ്ഥം വഹിക്കുമ്പോൾ
വരണ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ എടുക്കാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് ആ സമയത്ത് ചൊരിയും. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ഒരിക്കലും ഒരു കാരണവശാലും നിന്നു പോകാനായിട്ട് ഇടവരരുത്. ഞാൻ നിന്നു പോകാമെന്ന് പറയുന്നത് കോമൺ ആയിട്ടല്ല, ഓരോരുത്തരും, ഒരു വ്യക്തി പോലും അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. ഒരു വ്യക്തി പോലും അതിനെ പേടിക്കാൻ പാടില്ല. പേടിക്കാതെ അതിനെ അഭിമുഖീകരിച്ച് എടുക്കണം. ഇതിൻ്റെയൊക്കെ പിന്നിൽ നിൽക്കുന്നത് ദൈവസ്നേഹമാണ്. ദൈവത്തോട് നമുക്കുള്ള സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹം ശരിക്കും നമ്മളിൽ നിറഞ്ഞാലേ ഭയം നമ്മളിൽ നിന്ന് പോകുള്ളൂ. ആ ഭയം വിട്ടുപോയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റുള്ളൂ. ഇനി നമ്മൾ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു ഭയം വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങും. അപ്പോഴേക്കും നമുക്ക് അടുത്ത പ്രതിസന്ധി വരും. അപ്പോഴെങ്ങനെയായിരിക്കും? ദൈവസ്നേഹം നിറഞ്ഞത് ഉണ്ടാവോ പോവോ? ഉണ്ടാവണം. പരിശുദ്ധാത്മാവാണ് നമ്മളെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിക്കുന്നതെങ്കിൽ, ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവാണ് നമുക്ക് പ്രചോദനം തരുന്നതെങ്കിൽ, എന്ത് വന്നാലും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു ബ്ലോക്കും വരില്ല. അതിനുള്ള മനധൈര്യം നമുക്ക് തരും. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും ഒക്കെ നമ്മളിൽ നിറയ്ക്കും. അത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. ദൈവസ്നേഹത്തിൻ്റെ അടയാളം തന്നെയായി പരിശുദ്ധാത്മാവ്. ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കാൻ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇതുപോലെ പ്രാർത്ഥിക്കുന്ന മക്കൾ അല്ലെങ്കിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന മക്കളൊക്കെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയാണെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്യണം. സഹനങ്ങളാണെങ്കിൽ അത് നല്ല രീതിയിൽ ഏറ്റെടുക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയച്ചിട്ടുള്ളത്. എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മാമോദീസ സ്വീകരിക്കുന്നത് വഴി നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വന്നു. സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നത് വഴി അത് കൂടുതൽ ശക്തിപ്പെട്ടു. പിന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, നമ്മൾ പരിശുദ്ധാത്മാവിനെ ഉപയോഗപ്പെടുത്തണം. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നിറഞ്ഞ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ ജീവിതം തന്നെ അതിനു വേണ്ടി ക്രമീകരിക്കണം. ആ ക്രമീകരണം നടക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ് മധ്യസ്ഥ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നിർത്താതെ പോകാനുള്ള ധൈര്യം നമുക്ക് കിട്ടുള്ളൂ. പരിശുദ്ധാത്മാവ് തരണതാ ഈ ധൈര്യം. പരിശുദ്ധാത്മാവ് തരണതാ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപ, അവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കൃപ. അതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് തരണതാ. ഇതൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഇരുന്ന് മനസ്സിലാക്കി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് മധ്യസ്ഥ പ്രാർത്ഥന അതിൻ്റെ ഏറ്റവും പവറിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വീകരിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇത് വേണോ വേണ്ടേ എന്ന ആലോചന തുടങ്ങും. അല്ല, ഇനി ഞാൻ പോകണോ? കഴിഞ്ഞ മാസം ഞാൻ പോയത് അവിടെ, എന്നിട്ടിപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളാണ്, ഇനി ഈ മാസം ഞാൻ പോകണോ? അതാണ് എൻ്റെ മനസ്സിലെ ചിന്ത. അപ്പം നമുക്ക് ഭൗതികമായിട്ടൊരു തടസ്സം ഉണ്ടാവും. ഈ മാസം ഒരു പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് പോകണ്ട. അപ്പോൾ സക്സസ് ആയി. ആര് സക്സസ് ആയി? പിശാച് സക്സസ് ആയി. കൊടുത്തത് നന്നായി ഏറ്റു. അവൻ പ്രാർത്ഥനയ്ക്ക് പോകണില്ല, അല്ലെങ്കിൽ പ്രാർത്ഥന നിർത്തി. അങ്ങനെയാവും. ഇതൊക്കെ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തമാശ രൂപത്തിലാണ് നിങ്ങളോട് പറയണേ. പക്ഷെ റിയലി സംഭവിക്കുന്നത് ഇതാണ് കേട്ടോ. റിയലി ഓരോ മക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശരിക്കും നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇനി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണമെങ്കിലില്ലേ, നമ്മൾ അതരം കൊണ്ട് വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാവില്ല. അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. നമ്മളെ തന്നെ നിയന്ത്രിക്കണം. ബാഹ്യമായ കാര്യങ്ങളിൽ നിന്ന് മാറണം. ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറണം. വചനം തന്നെ പറയുന്നത്, ലോകത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ ശത്രുവാണ്. അതായത് പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കില്ല. പിതാവിൻ്റെ സ്നേഹം ഇല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മളെ തന്നെ ക്രമീകരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് കുറേ, അതേപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങളിൽ കുറേ വളരണം, കുറേ പ്രാർത്ഥിക്കണം. ഭൗതികമായ സാഹചര്യങ്ങളെ നമ്മൾ നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കണം. നമ്മുടെ ആഘോഷങ്ങൾ, നമ്മുടെ പരിപാടികൾ, നമ്മുടെ ജീവിതചര്യകൾ, അതെല്ലാം നമ്മൾ ക്രമീകരിക്കണം. ഇതൊക്കെ ക്രമീകരിച്ചാലാണ് പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ് മധ്യസ്ഥ പ്രാർത്ഥന ശക്തമാവുള്ളൂ. ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് കഷ്ടതയുടെ അനുഭവങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ നമുക്ക് തരുന്നത്. ഇനി നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ, ഇപ്പോൾ മാതാവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എന്തുണ്ടായേ?
എലിസബത്തിലേക്ക് ആ പരിശുദ്ധാത്മാവിനെ പകർന്നു. ഇതുപോലെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന നമ്മളിൽ നിറയണ പരിശുദ്ധാത്മാവ് മറ്റുള്ളവരിലേക്ക് നിറയണം. പലപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ആൾക്കാർ ശുശ്രൂഷകൾക്കൊക്കെ പോണ ആൾക്കാരാണ്. പക്ഷേ ഇവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞാലില്ലേ, ഉണ്ടായിരുന്നതിനേക്കാളും ടെൻഷൻ കൂടും. എല്ലാവരും ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവില്ലേ? ഇങ്ങനത്തെ വ്യക്തികളെ കണ്ടിട്ടുണ്ടാവും. അത് വിവേചിച്ചറിയാനുള്ള പവറില്ലേ നമുക്ക് വേണം. നമ്മൾ സംസാരിക്കുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവരാണെന്ന് അറിയാനുള്ള ഒറ്റ അടയാളമാണ് നമ്മൾ നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളിലേക്ക് ശാന്തത വരും, സമാധാനം വരും. അത് ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ അത് വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആളാണ്, പക്ഷെ സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നതിനേക്കാളും ഭാരമായിട്ട് തിരിച്ചു പോണ്ടി വന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇല്ല നമ്മളിൽ. അപ്പോൾ പിന്നെ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ അതര വ്യായാമം മാത്രമായി മാറും. അങ്ങനെ വരുമ്പോഴാണ് സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ പരാതി പറയാൻ തുടങ്ങണേ. പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയായി, പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയായി എന്ന് പറയാൻ തോന്നണത്. ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ആത്യന്തികമായി അല്ലെങ്കിൽ ഈ ലോകത്തിന് മനുഷ്യ മക്കൾക്കൊക്കെ വേണ്ടത് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. ഇന്നത്തെ കാലഘട്ടത്തിന് അടുത്ത് വരുന്നവരൊക്കെ തിരിച്ചറിയാൻ. ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോൾ എനിക്കിങ്ങനെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തെങ്കിൽ അപ്പം നമ്മൾ മനസ്സിലാക്കണം അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല. അപ്പോൾ പിന്നെ നമ്മൾ അവരുടെ അടുത്ത് അധികം പോകണ്ട, നമ്മളവിടെ നിന്ന് മാറിയാൽ മതി, നമ്മുടെ കാര്യങ്ങൾ നന്നായി പൊക്കോളും. ഇങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവും ബോധ്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് തരണേ. അതൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് ഉപകാരപ്പെടും. മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേരോട് അങ്ങനെ കോണ്ടാക്റ്റ് വരില്ല പ്രാർത്ഥനയിൽ വന്നാൽ. അതൊക്കെ ഇതിൻ്റെ ഒരു അടയാളമാണ് കേട്ടോ. ലോകത്തിലെ എല്ലാ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടും ഈശോയുടെ മുമ്പിൽ വന്നിരിക്കാൻ പറ്റും, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പം നടക്കേണ്ട കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ നടക്കാവൂ. എന്നിട്ട് നമ്മൾ ഈശോയുടെ മുമ്പിൽ വന്നിരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കാൻ പറ്റും. ലോകത്തെ മുഴുവൻ തലയിൽ കയറ്റി വെച്ചിട്ട് വന്നിരിക്കും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വചനം പറഞ്ഞു വെച്ച പോലെ തന്നെ പിതാവിൻ്റെ സ്നേഹം അവരിലില്ല, പരിശുദ്ധാത്മാവില്ല. പിതാവിൻ്റെ സ്നേഹമാണ് മറ്റുള്ളവരുടെ അനുഭവങ്ങളിലേക്ക്, അതേ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ സ്നേഹം നമ്മളിലില്ലാതെ നഷ്ടപ്പെടാനായിട്ട് ഇടവരും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിലുള്ളവരാണ്. എല്ലാ ദിവസവും ഇവിടെ വന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇനി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മളുമായി ഇടപഴകുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ അവർക്ക് വേണ്ടി നടക്കുന്ന വഴി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ. അതാ തിരുവചനത്തിൽ പറയണത്. എന്താണ്? റോമ 8:25 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പം സ്ഥിരം ഇരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കൂടി മറ്റൊരാളുടെ വേദന നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ, നമ്മളോട് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ എടുക്കണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മളോട് സംസാരിക്കുന്നത് വഴി നമ്മളിൽ നിന്നൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിലേക്ക് പോകും. അപ്പോൾ അവർക്കും അത് കാര്യങ്ങളെല്ലാം അപ്പം തന്നെ നടക്കില്ല, പക്ഷെ അവരുടെ മനസ്സിനൊരു സമാധാനമാവും. അങ്ങനെ അവർ തിരിച്ചു പോകാനായിട്ട് ഇടവരും. അതാണ് ആത്മാവിൻ്റെ പ്രവർത്തനം. അവാച്യമായ നെടുവീർപ്പുകളാൽ. ചിലപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടല്ലേ അവർക്ക്, അത്രയും നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ആ കേട്ട് കഴിയുമ്പോൾ എന്തൊരു കഷ്ടപ്പാടിലൂടെ അവർ കടന്നു പോകണേ. അത് നമ്മൾ പറയണത് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ആ പറയണ നെടുവീർപ്പ് ദൈവപിതാവിൻ്റെ മുൻപിലെത്തും. അതവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടും. എന്നെക്കാളും കൂടുതൽ അത് അനുഭവമുള്ളവരൊക്കെയാണ് നിങ്ങൾ. എനിക്കറിയാം. കാരണം ഇവിടെ ഞാൻ സാക്ഷ്യം കാണുമ്പോഴും കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവും. അതുപോലെ ഒരുപാട് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ നെടുവീർപ്പുകളിലൂടെ പ്രാർത്ഥനയാക്കി മാറ്റി ഒത്തിരി മക്കളിലേക്ക് ഇടപെടാൻ നിങ്ങളെയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളിലൂടെ അത് നടക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കൂടുതൽ അറിവ്, കൂടുതൽ ബോധ്യം നിങ്ങൾക്ക് വരട്ടെ. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഒന്ന് ശക്തിപ്പെടട്ടെ. ഒരിക്കലും മധ്യസ്ഥ പ്രാർത്ഥന ഒരു ഭാരമല്ല, അത് ഭാരമല്ല. അതുകൊണ്ട് വരണതല്ല കഷ്ടപ്പാട്. നമ്മുടെ ഭയമാണ് അതിൽ നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. ദൈവം അവരുടെ അനുഭവം നമുക്ക് തരണതാണ്. അത് ദൈവത്തിന് ഫുള്ളായിട്ടുണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞു ഭാഗം നമ്മളിലേക്ക് ഷെയർ ചെയ്യണം. അത്ര മാത്രമേ അവിടെ നടക്കണുള്ളൂ. പക്ഷെ നമുക്ക് അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ഒരു ഭാരമായി മാറാം. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രാർത്ഥിക്കില്ല. നമ്മുടെ കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുള്ളൂ, വേറെ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കില്ല. അങ്ങനെ ആയൊരു തീരുമാനം എടുക്കും. ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ എന്നെക്കൊണ്ട് തോന്നിപ്പിച്ചത്, ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ലോകത്തെ
പിടിച്ചു നിർത്തണത്. ദൈവത്തിൻ്റെ ആ കരുണയായി ലോകത്തിലേക്ക് ഒഴുകണുണ്ടെങ്കിൽ അത് മധ്യസ്ഥം വഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ദിവ്യബലികൾ അർപ്പിക്കപ്പെട്ട് ദിവ്യകാരുണ്യ ആരാധനകളിലൂടെയൊക്കെ നടത്തപ്പെടുന്ന മധ്യസ്ഥ പ്രാർത്ഥനകൾ, മാധ്യസ്ഥമാണ് ഇന്ന് ഈ ലോകത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത്. അല്ല എങ്കിലില്ലേ ഒരു പടിയും കൂടി മുൻപിലേക്കാവും ദൈവത്തിൻ്റെ ക്രോധം. ദൈവത്തിൻ്റെ ക്രോധം അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കഷ്ടപ്പാടൊക്കെ ഇപ്പോൾ തീരും. ഇപ്പോൾ വയനാട്ടിലെ ദുരന്തം പോലെ ഒരൊറ്റ ദുരന്തം വന്നാൽ മതിയില്ലേ, കഷ്ടപ്പാടെല്ലാം തീർന്നില്ലേ? ആ പോയ വിഭാഗത്തിന്, മരിച്ചുപോയവരുടെ എല്ലാം കഷ്ടപ്പാടും തീർന്നില്ലേ? അങ്ങനെ വരാതിരിക്കണമെങ്കിൽ, അങ്ങനെ നമ്മുടെ തലമുറയ്ക്കോ നമ്മുടെ ദേശത്തിനോ നമ്മളുമായി ഇടപഴകുന്ന മക്കൾക്കൊക്കെ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഉയർത്തേണ്ടത് ആ മാധ്യസ്ഥം. രാത്രിയുടെ യാമങ്ങളിൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ കൈവിരിച്ച് പ്രാർത്ഥിക്കണം. രാത്രിയുടെ യാമങ്ങളിൽ അതിനൊക്കെ ഭയങ്കര പവറാണ്. അങ്ങനെ ഉയരണ ദേശത്ത് ദൈവം അനർത്ഥങ്ങൾ സംഭവിക്കാൻ അനുവദിക്കില്ല. അതുമാത്രമല്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് തമ്പുരാൻ അതിന് അടയാളങ്ങൾ കൊടുക്കും. ഇന്ന കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു ഒരാൾ. അതാണ് നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണാൻ പറ്റില്ല. അബ്രാഹവും ലോത്തും അല്ലേ ദൈവദൂതന്മാരുടെ മുൻപിൽ മാധ്യസ്ഥം വഹിക്കുമ്പോൾ 10 പേരുണ്ടെങ്കിൽ ഇന്ന് അത്രയും വരെ. അപ്പം ഇപ്പം ദൈവം നോക്കണതിൽ ഒരാളുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ഒരു തലമുറയിൽ ഒരാൾ മാധ്യസ്ഥം വഹിക്കാനുണ്ടെങ്കിൽ ആ തലമുറനെ രക്ഷിക്കാൻ ദൈവം തയ്യാറാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ മാധ്യസ്ഥം വഹിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തെ രക്ഷിക്കാൻ ദൈവം തയ്യാറാണ്. ഇന്ന് ഒരാളുണ്ടോയെന്ന് മാത്രമേ ദൈവം നോക്കണുള്ളൂ. അങ്ങനെ ആ ഒരാളായിട്ട്, അങ്ങനെ ദൈവം നോക്കുന്ന ഒരാളായിട്ട് മാറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കണം എന്നല്ല. നമ്മളിങ്ങനെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി നമ്മളെ കൊടുത്ത്, ഇപ്പം നമുക്ക് പോയി സുവിശേഷ വേല വേറെ ചെയ്യാനൊന്നും പറ്റില്ല അല്ലേ? നമ്മൾ ഓരോ കാര്യങ്ങളിൽ എൻഗേജ്ഡാണ്. അപ്പോൾ നമ്മളായിരിക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ ലോകത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആരെയാണോ ഞാൻ എൻ്റെ മുൻപിൽ മാധ്യസ്ഥം വഹിക്കേണ്ട വ്യക്തിയായി കാണണേ ആ വ്യക്തിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് എടുക്കുമ്പോൾ, അങ്ങനെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഒരുപാട് സന്തോഷമാണ്. ആ വ്യക്തികളെ അനുഗ്രഹിക്കാനും ഒപ്പം നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടന്നു കിട്ടുക. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഇനി നമ്മുടെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാണ്, നിങ്ങളുടെ കാര്യം നടക്കാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം, ഏറ്റവും എളുപ്പ വഴി ഏതാണെന്നറിയോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന 1,00,000 മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാലില്ലേ നമ്മുടെ കാര്യം നടക്കും. അങ്ങനെ ഒരു ശക്തിയും കൂടി നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥന നടക്കേണ്ടത് മധ്യസ്ഥം വഹിക്കാൻ നമ്മൾ വന്നിരിക്കേണ്ടതൊക്കെ നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയല്ല. ദൈവത്തിന് കൊടുക്കേണ്ട ആദരവ്, ദൈവത്തിന് കൊടുക്കേണ്ട സ്നേഹം, അത് കൊടുക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. ദൈവം തൻ്റെ ഏകജാതനെ തന്നതുകൊണ്ട് അതിനാൽ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ വരണം, പ്രാർത്ഥിക്കണം. അത് നമ്മുടെ കടമയാണ്. കാരണം ദൈവം നമ്മളെ തൻ്റെ മകനെ അയച്ച്, ഏകജാതനെ അയച്ച് മുൻകൂറായിട്ട് നേടിയെടുത്തു. ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് ദൈവത്തിൻ്റെ മക്കളായി ഉയർത്തി ഇല്ലേ? അതിനാൽ തന്നെ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ തിരുമുൻപിൽ വന്നിരിക്കാനും പ്രാർത്ഥിക്കാനും. അതോടൊപ്പം ആ വന്നിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കാൻ. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് വേണം നമ്മുടെ ആരാധനയും സ്തുതിയും പ്രാർത്ഥനയും ബാക്കിയെല്ലാം വരേണ്ടത്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി മാത്രമായിരിക്കണം. അതാണ് ദൈവമഹത്വം. അതാണ് ഒരു പ്രവൃത്തി അഭിഷേകമാകുക. ഞാൻ ചെയ്യുന്ന ഒരു പ്രാർത്ഥന, ഞാൻ ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തി, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു ത്യാഗം, ഞാൻ ചെയ്യുന്നൊരു മധ്യസ്ഥ പ്രാർത്ഥന, ഇതൊക്കെ അഭിഷേകമായി തീരണമെങ്കിൽ നമ്മളെപ്പോഴും പറയില്ലേ, ആ വചനത്തിൻ്റെ അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരണേ. ഈ വചനത്തിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അഭിഷേകം എന്നുള്ള വാക്ക് എന്താ അർത്ഥാക്കണേന്നറിയോ? ഭൂമിയിൽ ചെയ്യുന്ന ഒരു നന്മ അതിൻ്റെ അതേ പ്രതിഫലം എവിടെ കിട്ടണം? സ്വർഗത്തിൽ കിട്ടണം. പക്ഷെ നമുക്ക് പലവർക്കും ഇല്ലേ, ഭൂമിയിൽ ചെയ്യുന്ന നന്മയുടെ ഫലം സ്വർഗത്തിൽ കിട്ടില്ല ചിലപ്പോൾ. എന്താണെന്നറിയോ? ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം
ഞാനാ നന്മ ചെയ്യേണ്ടത്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം ഞാനാ മാധ്യസ്ഥം വഹിക്കണത്. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കണം ഞാൻ ധ്യാനത്തിന് വരണത്, ശുശ്രൂഷയ്ക്ക് വരണത്. അതിലുപരി എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങളായി മാറിയാലില്ലേ, അത് അതിൽ തന്നെ നന്മയാണ് പ്രാർത്ഥന. പക്ഷേ അതിൻ്റെ അഭിഷേകം ആവണമെങ്കിൽ അതൊരു തടസ്സമാണ്, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അല്ല എങ്കിൽ. അപ്പം നമ്മളെപ്പോഴും എന്ത് കാര്യം, ഞാനൊക്കെ അതിനു വേണ്ടി ഈ തിരിച്ചറിവൊക്കെ വന്നപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമില്ലേ, എന്ത് കാര്യമായാലും ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി. കൊച്ചു ത്രേസ്യ പുണ്യവതിയാണ് അത് മാതൃക. കൊച്ചു ത്രേസ്യ പുണ്യവതി എല്ലാം അങ്ങനെ ചെയ്യുക, ഈശോയുടെ സ്നേഹത്തെ പ്രതി എന്നാണ്. എപ്പോഴോ എൻ്റെ മനസ്സിലേക്ക് അത് കയറി. അതുകൊണ്ട് കുറേ നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ പറയും, ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി. അത് നല്ലതായാലും ചിലപ്പോൾ എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കും. അവിടെ ഞാൻ ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എന്ന് പറഞ്ഞാലില്ലേ, ഞാൻ തന്നെ മാറിയിട്ടുണ്ടാവും. എനിക്കത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നാലില്ലേ, ഞാൻ പോലും വിചാരിക്കണേക്കാളും എന്നെപ്പോലെ അതിശയപ്പെടുത്തുന്ന വിധത്തിൽ എനിക്ക് ആ കാര്യം ചെയ്തു പോരാൻ പറ്റും. ഒന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും നന്മ ചെയ്യുന്നതും സഹായിക്കുന്നതും എല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ആയിരിക്കണം. അതിൻ്റെ പ്രതിഫലം തരേണ്ടത് ദൈവമാണ്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുക, അല്ലേ? അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറയാൻ പാടില്ലല്ലോ, പാടില്ല. നമ്മളത് പറയാൻ പാടില്ല. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളൊരു പ്രാർത്ഥന ഉയർത്തുമ്പോഴില്ലേ, അത് ശരിക്കും അഭിഷേകമായി സ്വർഗത്തിലേക്ക് ചെല്ലും. അതിൻ്റെ ഫലം ഭൂമിയിൽ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും. നമുക്കും അനുഭവിക്കാൻ പറ്റും, മറ്റുള്ളവർക്കും അനുഭവിക്കാൻ പറ്റും. ഇത് സാധാരണ ഒരു ഗ്രൂപ്പിനോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം ഭൗതിക ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ഭൂരിഭാഗം പേരും ശുശ്രൂഷകൾക്ക് വരണത്, അല്ലേ? ആണ്. ഇവിടെ ഇരിക്കണതിൽ കുറേ പേരൊക്കെ ഇതിൽ കണ്ടിന്യൂ ചെയ്യണവരാണ്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരാണ് എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ഇവിടെ നിങ്ങളുടെ മുൻപിൽ സംസാരിച്ചത്. കാരണം നമ്മുടെ പ്രാർത്ഥന അതിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ അഭിഷേകമായി തീരാൻ എത്തണമെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ നോക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവസ്നേഹം തന്നെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും നമ്മൾ അനുഭവിക്കുന്നത്, അല്ലേ? അത് നല്ലതായാലും മോശമായാലും അതിൻ്റെ അടിസ്ഥാനം എന്താ? ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം തന്നെയാണ്. അത് തിരിച്ചറിയാനുള്ള ഒരു കൃപയാണ് നമ്മളെല്ലാവരും നേടിയെടുക്കേണ്ടത്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയായാലും നന്മ പ്രവൃത്തി ചെയ്യുമ്പോഴായാലും എന്തായാലും അതിലൊക്കെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തി ചെയ്യാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുക. അപ്പോൾ ഒരു നിമിഷം ഈശോയുടെ മുൻപിൽ, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഈശോയുടെ സജീവ സാന്നിധ്യത്തിന് മുൻപിലാണ്. ഈശോ ഉണ്ട്, പരിശുദ്ധാത്മാവ് ഇവിടെ ഇങ്ങനെ നടന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുക, ബോധ്യങ്ങളാക്കി നമ്മുടെ മനസ്സിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധ അമ്മ നിരന്തരം ഈ സെൻറ്ററിൽ സന്നിഹിതയാണ്, ഇവിടെ നടന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മ. അപ്പോൾ പരിശുദ്ധ അമ്മയെയും പരിശുദ്ധാത്മാവിനെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിറയുന്നത് കണ്ടുകൊണ്ട് കേട്ട കാര്യങ്ങൾ ബോധ്യമായി പതിയാനും ജീവിതത്തിൽ മാനസാന്തരങ്ങൾ, നവീകരണങ്ങൾ, കാഴ്ചപ്പാടുകളിലൊക്കെ ഉള്ളൊരു വ്യത്യാസങ്ങൾ വരാനായിട്ടൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അല്പനേരം ഒന്ന് ഈശോയുടെ മുമ്പിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, മഹത്വം പരിശുദ്ധാത്മാവേ, ആരാധന ആരാധന സ്തുതി, മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി, ആരാധന ആരാധന ആരാധന.